എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ കുട്ടപ്പൻ അവനാണെങ്കിൽ കാക്കാഷിയുടെ ഒരുപാട് സാധനങ്ങളൊക്കെ കെട്ടിച്ചമന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ആളുടെ അടുത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കാക്കാഷിയോട് പറയും, യു ആർ അൺബിലീവബിൾ. എന്നെ പോലെ ഇത്രയും ചെറിയ കുട്ടിയെ കൊണ്ട് ഇത്രയും വലിയ ഭാരമൊക്കെ ചോമിപ്പിക്കുന്നത് അത് വലിയ തെറ്റാണ്. ബാലവേലയ്ക്ക് ഞാൻ കേസ് കൊടുക്കും. സോ മര്യാദയ്ക്ക് എനിക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിത്തരാൻ പറയും. അതിന് കാക്കാഷി ആണെങ്കിൽ നാഷണലായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അവന് ചില ഡംപ്ലിങ്സ് ഒക്കെ കഴിക്കാൻ കൊടുക്കുകയാണ്. ഇത് കഴിച്ചാൽ നീ കുറെ കൂടെ സ്ട്രോങ് ആവും. കുട്ടികൾ ചെറുപ്പത്തിലെ നന്നായിട്ട് ജോലി എടുത്ത് വളരണം, എങ്കിൽ അവർക്ക് നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ദൂരത്തു നിന്നായിട്ട് എന്തോ ഒരു ശബ്ദം അവർ കേൾക്കും. രണ്ട് അപ്പാപ്പന്മാര് അവർ രണ്ടുപേരും പരസ്പരം ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കത്തിനൊടുവിൽ അവർ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഫൈറ്റ് ചെയ്യാണ്. ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. മാസ്റ്റർ കാക്കാഷി, നിങ്ങളത് കാണുന്നില്ലേ? രണ്ട് അപ്പാപ്പന്മാര് അവര് പരസ്പരം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആരുടെയെങ്കിലും കാറ്റ് പോവും. സോ നമുക്ക് രണ്ടുപേർക്കും ആ ഫൈറ്റ് അവസാനിപ്പിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറയും. പക്ഷെ കാക്കാഷി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് അവരുടെ പ്രശ്നം, അത് അവർ സോൾവ് ചെയ്യും. ഞാനിങ്ങനെ ചോട്ടാമോട്ടോ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാറില്ല. നിന്റെ പപ്പയും സാസുകയും അവർ രണ്ടുപേരും എപ്പോഴും തമ്മിൽ കണ്ട ഫൈറ്റാണ്. ഞാനതിൽ ഒരിക്കൽ പോലും ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ ക്യാഷ്വലായിട്ട് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ബൊറൂട്ടോ അവനാണെങ്കിൽ അത് കണ്ടു നിൽക്കാനാവില്ല. ബൊറൂട്ടോ സ്ട്രെയിറ്റ് ആയി അപ്പാപ്പന്മാരുടെ അടുത്തേക്ക് ഓടുകയാണ്. അതേസമയം ഓരോ അപ്പാപ്പന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ 3 പേര് വെച്ച് അവരുടെ ടീമിലേക്ക് വരികയാണ്. അതിനുശേഷം അവർ ടീമായിട്ട് ഫൈറ്റ് ചെയ്യും. ബൊറൂട്ടോ അവിടേക്ക് ചാടി വീണ് ആ രണ്ട് ടീമിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഫൈറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ ബൊറൂട്ടോയെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയാണ്. അല്പസമയം കഴിയുമ്പോൾ അതിലൊരു ഗ്രാൻഡ് പേയുടെ ഗ്രാൻഡ് ഡോട്ടറും മറ്റൊരു ഗ്രാൻഡ് പേയുടെ ഗ്രാൻഡ് സണ്ണും അവിടേക്ക് വരും. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ ഗ്രാൻഡ് പാസിനെ പിടിച്ചു മാറ്റും. പക്ഷെ അതിൽ ഒരു അപ്പാപ്പനാണെങ്കിൽ സ്റ്റിക്കൊക്കെ എടുത്ത് രണ്ടാമത്തെ അപ്പാപ്പന്റെ പുറകെ പോവാണ്. ഓ നോ, ഒരു കാരണവശാലും നിന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ആള് കമ്പെടുത്ത് നീട്ടും. അത് കാക്കാഷിയുടെ ടേബിളിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് അത് തട്ടിയിടുകയാണ്. ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് അത് കാക്കാഷിയുടെ ബോഡിയിൽ മറിയും. ആ ഗ്രാൻഡ് ഡോട്ടർ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടി കാക്കാഷിയോട് ക്ഷമ പറയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അതൊന്നും സാരമില്ല, ഞങ്ങളുടെ മാസ്റ്ററിന് ഇതൊക്കെ ശീലമാണ്, സത്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിക്കും. അതിന് അവൾ പറയും, ആക്ച്വലി ഈ രണ്ട് ഗ്രാൻഡ് പാസും രണ്ട് നഗരത്തിൽപ്പെട്ടവരാണ്. എൻ്റെ ഗ്രാൻഡ് പാ ഒരു ഓൾഡ് നഗരത്തിൽപ്പെട്ട ആളാണ്. ഈ രണ്ട് ടീമുകളും ഫയർ വർക്ക്സ് നടക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഓൾഡ് ടൗണിലുള്ള എന്റെ ഗ്രാൻഡ്പയ്ക്ക് ആദ്യം ആ ഫയർ വർക്ക്സ് നടത്തണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ന്യൂ സിറ്റിയിലുള്ള ഓപ്പോസിറ്റ് ഗ്രാൻഡ് പാ അതിനെ അനുവദിക്കുന്നില്ല. അതിനെ ചൊല്ലിയാണ് ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ സുന്ദരം പയ്യൻ, അവനും ഞാനും തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചതാണ്. ഞങ്ങൾ ഓൾറെഡി ഡേറ്റിംഗ് പോലും കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഞങ്ങളുടെ ഗ്രാൻഡ് പാസ് തമ്മിൽ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായത്. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം. ബൊറൂട്ടോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇദ്ദേഹം എന്റെ മാസ്റ്ററിന്റെ മാസ്റ്ററാണ്, തീർച്ചയായിട്ടും ഇദ്ദേഹം നിങ്ങളെ സഹായിക്കുമെന്ന് പറയും. ഉടനെ കാക്കാഷി ആണെങ്കിൽ അവൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് പതിയെ ഡൗൺ ചെയ്ത് അവരെ നോക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊന്നും തലവെച്ച് കൊടുക്കാൻ. ഇതൊരു നോർമൽ പ്രശ്നമാണ്. അതിനെ കഴിഞ്ഞും വലിയ പ്രശ്നത്തിലാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുക്കിന്റെ 5ാമത്തെ വോളിയം അതെനിക്ക് കിട്ടുന്നില്ല. അതെവിടുന്ന് സംഘടിപ്പിക്കുമെന്ന് ആലോചിച്ച് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതിന് ആ പെൺകുട്ടിയാണെങ്കിൽ അവിടുന്ന് കടന്നുപോയി അതിന്റെ 5ാമത്തെ വോളിയായിട്ട് കടന്നു വരികയാണ്. കാക്കാഷിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവനത് മേടിക്കാനായിട്ട് ശ്രമിക്കും. അതിന് അവള് പറയും, ഈ ബുക്ക് ഞാൻ തരാം, പക്ഷേ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരണം. ഞങ്ങൾ രണ്ട് ഗ്രാൻഡ് പാസിനും ഇടയിലുള്ള ആ ഒരു ഇഷ്യൂ അത് സോൾവ് ചെയ്ത് തന്ന് ഞങ്ങളുടെ മാരേജ് നടത്തി തരണം. ആകാശിക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ ആ ഓപ്പോസിറ്റ് ഗ്രാൻഡ് പേയെ തേടി ആളുടെ ഷോപ്പിലേക്ക് വരികയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ആ കാര്യം കേൾക്കേണ്ട താമസം ദേഷ്യപ്പെട്ട് പറയും, ഇത് ഞങ്ങൾക്കിടയിലെ പ്രശ്നമാണ്, ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഇത് കേക്ക് ഷോപ്പാണ്, നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകണം. ഉടനെ കാക്കാഷി ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത ഗ്രാൻഡ് പേ കാണിക്കുകയാണ്. ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു പഴയ ഫോട്ടോ അല്ലേ? ആ ഓൾഡ് സിറ്റിയിലെ ഗ്രാൻഡ് പേയും നിങ്ങളും ചേർന്നെടുത്ത ഒരു ഫോട്ടോ. ഇതിൽ നിങ്ങൾ ആ ഒരു ഓൾഡ് സിറ്റിയിലെ ഗ്രാൻഡ് പേയുടെ പോർഷൻ മാത്രം കയറി കളഞ്ഞിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കും. അത് കേട്ട് ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. അതിനുശേഷം കാക്കാഷി ആണെങ്കിൽ അവിടെ മൂടി വെച്ചിരുന്ന ഒരു ബോർഡ് അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. അതിലാണെങ്കിൽ ഡംപ്ലിങ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സ്നാക്സിന്റെ ഫോട്ടോസ് ആയിരിക്കും. കാക്കാഷി ആണെങ്കിൽ ഗ്രാൻഡ് പേയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണേ? അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ ടെൻഷനായി നമ്മുടെ ആൾക്കാർ രണ്ടുപേരെയും ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ഉടനെ ഗ്രാൻഡ് പേയുടെ ഗ്രാൻഡ് സൺ ആണെങ്കിൽ അവരുടെ പിന്നാലെ വന്ന് അവരോട് ക്ഷമ പറയും. ഐ എം സോറി, ആക്ച്വലി ഗ്രാൻഡ് പേ അല്പം ടെൻസ്ഡ് ആണ്.
ഓൾഡ് സിറ്റിയിലുള്ള ഗ്രാൻഡ് പേ ആയിട്ട് എൻ്റെ ഗ്രാൻഡ് പേക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഗ്രാൻഡ് പേ ടെൻസ്ഡ് ആയെന്ന് പറയും. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും ഇതാണ് ആ ഫിയാൻസി പയ്യനെന്ന്. ആ പയ്യനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എൻ്റെ ഗ്രാൻഡ് പാ ആ ഓൾഡ് സിറ്റി ഗ്രാൻഡ് പേയോട് അവിടുത്തെ ഫയർ വർക്ക്സും അദ്ദേഹം ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ആളിത് സമ്മതിക്കാതെ അവർ രണ്ടുപേർക്കും ഇടയിൽ തർക്കം ഉണ്ടായത് പറയും. ഇതുവാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് തിരിഞ്ഞു നോക്കും. പുറകില് കാക്കാഷി മാസ്റ്റർ കാണാനില്ല. അവന്റെ പുറകിൽ എന്തോ ഒന്ന് ഒട്ടിച്ചു വെച്ച് ആള് പോയി. ആണെങ്കിൽ അതെടുത്ത് വായിച്ചു നോക്കും. ഇനി എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബൊറൂട്ടോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഓൾഡ് സിറ്റിയിലെ ഗ്രാൻഡ് പേ അദ്ദേഹത്തെ കൺവീൻസ് ചെയ്ത് രണ്ട് ടീമിനെയും ഹൊക്കാഗ മാൻഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പാപ്പന്മാരാണെങ്കിൽ 1-50 പറഞ്ഞ് 100 പറഞ്ഞ് തർക്കിക്കാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വെളിച്ചമുണ്ടാവും. അവൻ ഗ്രാൻഡ് സണ്ണിനെയും ഗ്രാൻഡ് ഡോട്ടറിനെയും അടുത്തേക്ക് വിളിപ്പിക്കും. അതിനുശേഷം ആ രണ്ട് ഗ്രാൻഡ് പാസും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയം ക്രിയേറ്റ് ചെയ്തിരുന്ന ആ സ്പെഷ്യൽ ഡംപ്ലിങ്സ് കേക്ക് അത് അവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറയാണ്. അത് കേട്ട് അവരും കേക്ക് അവിടേക്ക് കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെക്കും. കേക്ക് കണ്ട് അവർ രണ്ടുപേരും ഇംപ്രസ്ഡ് ആയിട്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരു കേക്ക് കൊണ്ട് ഈസിയായി ഞാൻ ഈ പ്രോബ്ലം അത് സോൾവ് ചെയ്തു. പക്ഷെ ബൊറൂട്ടോയുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറപ്പിച്ച് അവരാണെങ്കിൽ ഇപ്പൊ ആ കേക്കിനെ ചൊല്ലി പൊരിഞ്ഞ തർക്കം. അവരുടെ ഈ തർക്കവും ബഹളവും ഒക്കെ കേട്ട് കാക്കാഷി മാസ്റ്റർ അവിടേക്ക് വരികയാണ്. ആ ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടറും അവർ രണ്ടുപേരും കാക്കാഷിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഗ്രാൻഡ് പാസിൻ്റെ ഇടയിലുള്ള ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരണം. അവരുടെ പ്രശ്നം സോൾവ് ആയാൽ മാത്രമേ ഞങ്ങൾക്കൊരു പുതിയ ലൈഫ് ഉണ്ടാവും. അത് സോൾവ് ആവാതെ ഞങ്ങൾ ഒരിക്കലും ഒന്നാവില്ല. അതിന് കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് പാസിനോട് പറയും, ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു മത്സരം വെക്കുകയാണ്. അതിൽ ആര് ജയിക്കുന്നോ തോൽക്കുന്ന ആള് വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. അതിനവർ ഓക്കെ പറഞ്ഞ് മത്സരത്തിന് തയ്യാറാവുകയാണ്. ഗ്രാൻഡ് ഡോട്ടറിനും ഗ്രാൻഡ് സണ്ണിനും അവരുടെ ടെൻഷൻ കൂടും. അവരാണെങ്കിൽ കാക്കാഷിയോട് ഇതൊക്കെ വർക്കൗട്ട് ആവാൻ ചോദിക്കും. അതിന് കാക്കാഷി അവനെ വിശ്വസിക്കാനായിട്ട് പറയുകയാണ്. കാക്കാഷി ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, നിന്നെ പോലെ കേക്കൊക്കെ വെച്ചിട്ടുള്ള ചീപ്പ് ഐഡിയ അല്ല എൻ്റേത്. എൻ്റെ ഐഡിയ തീർച്ചയായിട്ടും വർക്കാവെന്ന് പറയും. നെക്സ്റ്റ് ഡേ സിറ്റിയിലെ ആൾക്കാരും ഓൾഡ് സിറ്റിയിലെ ആൾക്കാരും പരസ്പരം മത്സരിക്കാനായിട്ട് അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എല്ലാ ജനങ്ങളും അവരുടെ മത്സരം കാണാനായി ആർത്തി മാസമൊക്കെ അടക്കി പിടിച്ച് അങ്ങനെ കാത്തു നിൽക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ചുറ്റും നോക്കും. ന്യൂ സിറ്റിയും ഓൾഡ് സിറ്റിയും അവരെല്ലാവരും പരസ്പരം തർക്കിക്കുകയാണ്. മത്സരത്തിൽ ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ രൂക്ഷമായിട്ട് മാറും. അത് കാണുമ്പോൾ ബൊറൂട്ടോയുടെ പേടി അത് കൂടുകയാണ്. തർക്കം അത് വേറെ ലെവലിലേക്ക് പോവാണ്. ഈ പ്രശ്നം ഗ്രാമങ്ങൾ ഏറ്റെടുക്കുകയും ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നൈറ്റ് മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയും അവരാണെങ്കിൽ നല്ല രീതിയിൽ മത്സരിച്ച് ഇപ്പോ ഫയർ വർക്ക്സ് ചെയ്യാനായിട്ട് തുടങ്ങും. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഇവിടെ ഫയർ വർക്ക്സ് ആണെങ്കിൽ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. ബൊറൂട്ടോ ആണെങ്കിൽ ആ കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടറും അവർക്കാണെങ്കിൽ ഇപ്പോഴും നിരാശ വിട്ടുമാറിയിട്ടില്ല. അടുത്ത നിമിഷം ഓൾഡ് സിറ്റിയിലെ ഗ്രാൻഡ് പാ ആൾ ടെൻഷനായി ഇപ്പൊ അസിസ്റ്റൻസിനോട് പറയും, എത്രയും വേഗം ഫയർ വർക്ക്സ് സ്റ്റോപ്പ് ചെയ്യണം. അതിനവര് പറയും, അയ്യോ ഇല്ല ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മളെ കൊണ്ട് അത്ര വേഗം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതേ നിമിഷം തന്നെ സിറ്റിയിലുള്ള കുറച്ചു പേര് ഇപ്പൊ ഗ്രാൻഡ് പേര് എടുത്തു പറയും, സിറ്റിയിലുള്ളവരെ നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങളുടെ ഫയർ വർക്ക്സ് ആണ് ഏറ്റവും നല്ലത്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അപ്പോഴും വിളിച്ചു പറയും, ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. നിങ്ങൾ ആരും ഇത് കാണാനായിട്ട് പാടില്ല. മറ്റുള്ള ജനങ്ങൾക്കാണെങ്കിൽ ഗ്രാൻഡ് പേ എന്താ പറയാൻ ശ്രമിക്കണേന്ന് മനസ്സിലാവില്ല. അടുത്ത നിമിഷം ഒരു വലിയ അങ്ങനെ പൊട്ടി വിരികയാണ്. അതിൽ ഡംപ്ലിങ്സിന്റെ ഫോട്ടോ അതങ്ങനെ ഷോ ആവും. അത് കണ്ട് സിറ്റിയിലുള്ള ഒരു വണ്ടർ അടിക്കുകയാണ്. കാരണം ഡംപ്ലിങ്സ് അത് ന്യൂ സിറ്റിയിലുള്ളവരുടെ സ്പെഷ്യൽ റെസിപ്പിയുടെ ഫോട്ടോ ആണ്. അതെങ്ങനെ സിറ്റിയിലുള്ള ഗ്രാൻഡ് പാ ഷോ ചെയ്തു ചിന്തിച്ച് അവർ വണ്ടർ അടിക്കും. ഇവിടെ ബൊറൂട്ടോയും ആ കാഴ്ച കണ്ട് ഷോക്കാവും. കാക്കാഷി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ കാക്കാഷി രണ്ടുപേരുടെ ഫയർ വർക്ക്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ അപ്പാപ്പന്മാരാണെങ്കിൽ ആ കാര്യം മനസ്സിലാക്കി കിളി പോയിരിക്കുകയാണ്. ന്യൂ സിറ്റിയുടെ ഡംപ്ലിങ്സും ഓൾഡ് സിറ്റിയുടെ കേക്കും അതെല്ലാം തന്നെ ആകാശത്തിൽ അങ്ങനെ പൊട്ടി വിരിയാണ്. ജനങ്ങൾക്കാണെങ്കിൽ അതെല്ലാം ഇഷ്ടമായി. ഇതാ ആ രണ്ട് അപ്പാപ്പന്മാരും തിരികെ മാൻഷനിലേക്ക് വരികയാണ്. അവർക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇതിലുള്ള ജനങ്ങൾക്കല്ല, അവർക്കിടയിലാണ് പ്രശ്നം. അവരുടെ ഈഗോ കാരണമാണ് പരസ്പരം ഫൈറ്റ് ഉണ്ടായത്. കാശി മാസ്റ്റർ ആണെങ്കിൽ അപ്പാപ്പന്മാരോട് പറയും, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്കിടയിലാണ് പ്രശ്നം, ബാക്കി ആർക്കും ഇതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അതിനുശേഷം ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടറും അവർ രണ്ടുപേരും അവരുടെ വിഷമങ്ങള് അവരുടെ ഗ്രാൻഡ് പാസിനോട് പറയാണ്. അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സലിഞ്ഞ് അവരും കുറ്റബോധത്താൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഉടനെ ആ ഗ്രാൻഡ് പാസ് രണ്ടുപേരും അങ്ങനെ കൈകൊടുത്ത് അവരുടെ ഫൈറ്റ് അവസാനിപ്പിക്കും. കട്ട് ചെയ്ത ബൊറൂട്ടോ ഹാപ്പി ആയിട്ട് കാക്കാഷിക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ആ ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടറും അവർ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.